പോകേണ്ടത് പാലക്കാടേക്കാണ്. പാലക്കാട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുമെന്ന് CPIM-ന്റെ വിലയിരുത്തൽ. ശക്തമായ മത്സരം നടന്ന തൃത്താലയിൽ വിജയമുണ്ടാകും. പാലക്കാടും മണ്ണാർക്കാടും വിജയസാധ്യത കുറവ്. പാലക്കാട് ജയിക്കണമെങ്കിൽ 15,000 വോട്ടുകൾ അധികം നേടണമെന്നുമാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി സച്ചിൻ ആണ് ചേരുന്നത്. സച്ചിൻ, കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ജില്ലയാണ് പാലക്കാട്. അവിടെ പാലക്കാട് എന്തായാലും വിജയം പ്രതീക്ഷിക്കുന്നില്ല LDF. പക്ഷേ തൃത്താലയിൽ MV രാജേഷ് തന്നെ തുടരും. അവിടെ വലിയ രാഷ്ട്രീയ പോരാട്ടമൊക്കെ നടന്നതാണ്. VT ബൽറാം അവിടെ പരാജയപ്പെടും എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. മറ്റിടങ്ങളിലൊക്കെയുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? പാലക്കാടിന്റെ CPIM-ന്റെ പ്രതീക്ഷ ഏത് രീതിയിലാണ്? അത് ഈ പാലക്കാട് തന്നെയാണ് CPM-ന്റെ ഒരു വലിയ വ്യത്യസ്തമായ ഒരു പ്രതീക്ഷയുള്ളത്. അത് പാലക്കാട് CPM 2ാം സ്ഥാനത്ത് എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിലെ ബൂത്ത് ലെവലിലുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ CPM-ന് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും പാലക്കാട് UDF തന്നെ നിലനിർത്തും, മണ്ഡലം രമേശ് പിഷാരടി തന്നെ വിജയിക്കുമെന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് CPM ഉള്ളത്. എന്നാൽ 2ാം സ്ഥാനത്തേക്ക് CPM-ൻ്റെയും LDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാക്കിലൂടെ 2ാം സ്ഥാനം കരസ്ഥമാക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് CPM ഉള്ളത്. കൂടാതെ തന്നെ ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന ഒരു കാര്യവും CPM വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃത്താല ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലം കൂടിയാണ് തൃത്താല. മന്ത്രി MB രാജേഷും VT ബൽറാമും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. തൃത്താലയിൽ MB രാജേഷ് വിജയിക്കും എന്ന് തന്നെയാണ് CPM കണക്കുകൂട്ടുന്നത്. കൂടാതെ പാലക്കാട് ജില്ലയിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടന്നതായി CPM വിലയിരുത്തുന്നത് ഒന്ന് പട്ടാമ്പി, ഒന്ന് ചിറ്റൂരുമാണ്. ആ രണ്ടിടത്തും LDF തന്നെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് CPM ഉള്ളത്. നിലവിലെ CPM-ന്റെ 10 സിറ്റിംഗ് സീറ്റും നിലനിർത്താൻ വേണ്ടി LDF-ന് സാധിക്കും. കൂടാതെ തന്നെ പാലക്കാട് ജില്ലയിൽ 2ാം സ്ഥാനവും നേടാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയത്. അതേസമയം UDF-നെ സംബന്ധിച്ചിടത്തോളം UDF 4 സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. അത് പ്രധാനമായും നിലവിലെ വരികയുള്ളൂ. എന്തായാലും CPIM-ന്റെ അടിത്തട്ടിലെ കണക്കുകളെല്ലാം വന്നു കഴിഞ്ഞു. നേരെ മറിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം BJP അത്തരം കണക്കുകൾ ശേഖരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പാലക്കാട് മണ്ഡലത്തെ BJP നേതാക്കളെല്ലാം ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലെല്ലാം അതിന്റെ ഭാഗമായുള്ള കേസുകളും മറ്റു കാര്യങ്ങളും മൊഴിയെടുപ്പും ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും BJP പാലക്കാട് അക്കൗണ്ട് തുറക്കില്ല എന്ന ഒരു വിശ്വാസം തന്നെയാണ് CPM-ന്റെ കണക്കിലുമുള്ളത്. മെയ് 4-ന് അതിന്റെ വ്യക്തമായ കണക്കുകളെല്ലാം പുറത്തേക്ക് വരും. മറ്റൊരു കാര്യം CPM വിലയിരുത്തിയത് കോങ്ങാടാണ്. കോങ്ങാട് മണ്ഡലത്തിലെ കോൺഗ്രസിന് വേണ്ടി BJP വോട്ട് മറിച്ചു എന്ന ആരോപണം CPM ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന് പ്രത്യുപകാരമായി മലമ്പുഴയിൽ BJP സ്ഥാനാർത്ഥിക്കായി കോൺഗ്രസ് തിരിച്ചും ഉപകാരം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ ഇടതുകൊട്ട നിലനിർത്താൻ സാധിക്കും എന്ന വിശ്വാസം തന്നെയാണ് നിലവിൽ ഉള്ളത്. സ്വാതി. ശരി സച്ചിൻ, അത്തരത്തിൽ ഉള്ള പ്രതീക്ഷ പാലക്കാട് വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തും എന്നാണ് CPIM-ന്റെ പ്രതീക്ഷ.